4478 ഹാജിമാരുമായി പരിശുദ്ധ മക്കയിലേക്ക് ഹാജിമാർ യാത്ര തിരിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 12:10 112 ഹാജിമാരുമായി നെടുമ്പാശ്ശേരിയിൽ നിന്നും സൗദി എയർലൈൻസിൽ ആണ് യാത്ര തിരിച്ചത്. ഇതോടെ ഇത്തവണത്തെ ഹജ്ജ് യാത്രയപ്പിന് സമാപനം കുറിച്ചു. ഇത്തവണ കേരളത്തിൽ നിന്നും 17,728 ഹാജിമാരും ഇന്ത്യയിൽ നിന്നും 1.25 ലക്ഷം പേരും മക്കയിലെത്തിയിട്ടുണ്ട്. ഹാജിമാർക്കായി കൊച്ചി ക്യാമ്പിൽ ആരോഗ്യ വിഭാഗത്തിൻ്റെ അത്യാധുനിക സംവിധാനമാണ് ഒരുക്കിയത്. ആംബുലൻസ് ഉൾപ്പെടെ നിരവധി ആതുര സാന്ത്വന വളണ്ടിയർമാരും രംഗത്തുണ്ടായിരുന്നു. കൂടുതൽ വിശദീകരണവുമായി ക്യാമ്പ് ക്ലിനിക് ചാർജ് ഓഫീസർ ഡോക്ടർ ഹനീഷ് ചാനലിനൊപ്പം ചേരുന്നു. കൺസൾട്ടേഷൻ റൂംസ് ഉണ്ട്, 2 കൺസൾട്ടേഷൻ റൂമുണ്ട്. അറ്റത്ത് കാണുന്നത് 24/7 എമർജൻസി റൂം ഫെസിലിറ്റിയാണ്. കാഷ്വാലിറ്റി നമ്മൾ പറയുന്നത്, അതായത് ഒരാൾ കൊളാപ്സ് ചെയ്ത് വന്നാൽ റിസസിറ്റേറ്റ് ചെയ്ത് ആളെ വെന്റിലേറ്റ് ചെയ്ത് ഡീഫിബ്രിലേറ്റ് ചെയ്ത്, അതായത് എല്ലാ ക്രിട്ടിക്കലായിട്ടുള്ള പ്രഷേഴ്സും ചെയ്ത് ആളെ ജീവൻ രക്ഷിക്കാൻ ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാവുന്ന എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. മുറിവൊക്കെ വന്നാൽ ചെയ്യാനുള്ള സ്റ്റോർ റൂമുണ്ട്. നമ്മുടെ വാക്സിനും മുറിവൊക്കെ വന്നാൽ ചെയ്യാനുള്ള പ്രൊസീജിയർ റൂം, വാക്സിനുള്ള റൂമുണ്ട്, ഫാർമസി ഉണ്ട്. സോ ആ അർത്ഥത്തിൽ ഒരു മിനി ഹോസ്പിറ്റൽ എന്ന രീതിയിൽ എന്നാൽ എന്തെങ്കിലും ക്രിട്ടിക്കാലിറ്റി വന്നാൽ ആ ക്രിട്ടിക്കൽ ഇവൻസിനെ ടാക്കിൾ ചെയ്യാവുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പ്രവർത്തന സമയം 24 hours. ഇത് 3 ഷിഫ്റ്റായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഷിഫ്റ്റിനനുസരിച്ച് വരാനും പോകാനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതുവരെ വന്നവരെല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് പോയിട്ടുള്ളത്. ആ അർത്ഥത്തിൽ എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്ന ഫെസിലിറ്റിയാണ്. അതേ സെയിം ഇപ്പോഴത്തെ റെപ്ലിക്കേറ്റ് ചെയ്തു. ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ അത്രയും പേഷ്യൻസ് ഇല്ല എന്നുള്ളതാണ്. അതായത് പേഷ്യൻസ് ഉണ്ടാകാതിരിക്കട്ടെ, അത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ കുറച്ചുകൂടെ ആരോഗ്യമുള്ളവരാണ് പോയി തുടങ്ങുന്നത് ഹജ്ജിന് എന്നുള്ളതാണ്. അതൊരു നല്ല സൈനാണ്. സാധാരണ നമ്മൾ കുറേ വയസ്സായിട്ടൊക്കെ ഹജ്ജിന് പോകുക എന്നുള്ളതാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ഡോക്ടേഴ്സൊക്കെ അഡ്വൈസ് ചെയ്യുന്നത് ആരോഗ്യമുള്ള സമയത്ത് ഹജ്ജ് എന്ന് പറയുന്ന ആ കാര്യം ചെയ്തു തീർക്കും എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ കുറച്ചുകൂടെ ആരോഗ്യവാന്മാരായിട്ടുള്ളവരാണ്, ആരോഗ്യവതികളായിട്ടുള്ളവരാണ് പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ അതായത് ഹജ്ജ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മൈനോറിറ്റി അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ള പ്രോഗ്രാം എന്നുള്ള രീതിയിൽ വാക്സിനേഷൻ ആരോഗ്യ ജില്ലാ ആശുപത്രിയിലാണ് വാക്സിനേഷൻ ഉൾപ്പെടെ ഇതെല്ലാം തന്നെ സർക്കാരിൻ്റെ ഗൈഡൻസിലും ഉത്തരവിൻ്റെയും അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നത്. ഹജ്ജ് സ്പെഷ്യൽ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ.